ഇക്കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട മകളെ ഒരു നോക്കു കാണാനും അന്ത്യചുംബനം നൽകാനും ജയിലിൽ കഴിയുന്ന പിതാവ് എത്തിയത് ഏവരുടെയും കണ്ണു നനയിച്ചു. തിഹാർ ജയിലിൽ കഴിയുന്ന മഞ്ചേരി സ്വദേശി OMA സലാമാണ് പരോൾ ലഭിച്ചു പോലീസ് അകമ്പടിയോടെ വീട്ടിലെത്തിയത്. മകളുടെ മരണത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് NIA കോടതിയിൽ നിന്നും OMA സലാമിന് ജാമ്യം ലഭിച്ചത്. നടപടികൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാവിലെ വിമാനമാർഗം കോയമ്പത്തൂരിലും ഇറങ്ങി. തുടർന്ന് റോഡ് മാർഗം ട്രാവലറിൽ മഞ്ചേരി കിഴക്കേത്തലയിലെ വീട്ടിലുമെത്തി. സുരക്ഷയുടെ ഭാഗമായി 6 ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരും അകമ്പടിയായി ഒപ്പമുണ്ടായിരുന്നു. മഞ്ചേരി CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി. ഉച്ചയ്ക്ക് 1:30യോടെയാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. ബന്ധുക്കൾക്ക് മാത്രമാണ് വീടിനകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നത്. പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും അന്ത്യചുംബനം ഏറ്റുവാങ്ങി 2:30യോടെ തസ്കിയയുടെ മൃതദേഹം കബറടക്കത്തിനായി മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് കൊണ്ടുപോയി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആംബുലൻസിന് മുന്നിലും പിന്നിലുമായി പോലീസ് വാഹനവും ഉണ്ടായിരുന്നു. മയ്യത്ത് നമസ്കാരത്തിന് പിതാവ് OMA സലാം നേതൃത്വം നൽകി. പ്രിയ നേതാവിൻ്റെ മകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ പള്ളിയിലും വീട്ടിലുമായി എത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ ഫാത്തിമ തസ്കിയയും കൂട്ടുകാരിയും സഞ്ചരിച്ച സ്കൂട്ടർ ബുധനാഴ്ച രാത്രി 10ഓടെ കൽപ്പറ്റ പിണങ്ങോട് പൊഴുതനക്ക് സമീപം താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. മെഡിക്കൽ ഹെൽത്ത് ക്ലബ്ബ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു അപകടം. 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതിനു മുന്നോടിയായി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് അന്നത്തെ ചെയർമാൻ കൂടിയായ OMA സലാമിനെ വീട്ടിൽ നിന്നും NIA സംഘം അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തി ജയിലിൽ അടച്ചത്. 1.5 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. ഉപാധികളോടെയാണ് 3 ദിവസത്തെ പരോളും ലഭിച്ചത്. പരോൾ കാലാവധി പൂർത്തിയാക്കി ഞായറാഴ്ച ഡൽഹിയിലേക്ക് മടങ്ങും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.